ഞങ്ങൾ മൂവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ഞങ്ങളൊരു കോമൺ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങളൊന്ന് കണ്ടു, സംസാരിച്ചു, അതിലപ്പുറം ഒന്നുമില്ല. ഇത് മുന്നണിയുടെയോ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല. നല്ല സൗഹൃദം ഉണ്ടാവും. സൗഹൃദം തുടരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ല, അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം, മുന്നണി നേതൃത്വമൊക്കെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വരവും ഞങ്ങളുടെ സന്ദർശനവും അല്ല, അത് ആരുടെ ഷൗക്കത്ത് ജയിക്കും, ആരുടെ ഷൗക്കത്ത് എന്തായാലും ജയിക്കും, അക്കാര്യം തർക്കമില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ സന്ദർശനം വെറും സുഹൃത്ത് സന്ദർശനം മാത്രമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് 3 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്ന് 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. വിജയശേഖരൻ്റെ വീട്ടിൽ വന്ന് 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. ജയന്തിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അല്ല, അത് നേതൃത്വം തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, UDF-ന്റെ കൂടെ ഉണ്ടാവും. ഒന്നും വെച്ചിട്ടില്ല. ഞങ്ങൾ മടങ്ങുന്നത് സന്തോഷത്തോടെയാണ്. അദ്ദേഹം UDF ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. ഞങ്ങളതിന് കാരാ അല്ല, ഞങ്ങൾ തമ്മിൽ അനുനയിപ്പിക്കാൻ അദ്ദേഹം രോഷാവൂരിനല്ല. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് മാത്രം സന്ദർശനം. അല്ല, അതൊക്കെ പറയേണ്ടത് UDF നേതൃത്വവും അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നണിയിൽ എടുക്കുന്ന കാര്യം സംബന്ധിച്ചോ മറ്റു നിബന്ധനകൾ സംബന്ധിച്ചോ ചർച്ചയ്ക്കല്ല ഞങ്ങൾ വന്നത്. ഞാൻ തികച്ചും സൗഹൃദപരമായ സന്ദർശനം, സന്ദർശനം. ആ സന്ദർശനത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഒരുമിച്ചിരിക്കുമ്പോൾ എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ആവും. അത് ഞാൻ പറഞ്ഞല്ലോ, ആ സന്ദർശനത്തിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത്.